നമുക്കെല്ലാവർക്കും അറിയാം, പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ, കുട്ടികളുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന രോഗലക്ഷണമാണ്, ഒരു സിംറ്റമാണ് പനി എന്നുള്ളത്. എന്നാൽ എപ്പോഴാണ് പനി കാര്യമായി എടുക്കേണ്ടത്, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ളത് പല ആൾക്കും സംശയമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ടും പനി വരാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം പനി വരാം, വൈറൽ ഇൻഫെക്ഷൻ കാരണം പനി വരാം, മറ്റ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കാരണം പനി വരാം, എന്തെങ്കിലും വാക്സിനൊക്കെ എടുത്തതിന് ശേഷം പനി വരാം, കുട്ടി എന്തെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പനി വരാൻ സാധ്യതയുണ്ട്, കുട്ടികൾക്ക് പല്ല് മുളക്കുന്ന സമയത്ത് പനി വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യം, ഇത് എപ്പോഴാണ് ഗുരുതരമാകുന്നതെന്ന് ചില സമയത്ത് നമുക്ക് അറിയാതെ പോവാറുണ്ട്. അപ്പോൾ പനി വരുന്നത് വളരെ സാധാരണമായ പ്രശ്നമാണെങ്കിലും ഇത് എപ്പോഴൊക്കെയാണ് ഗുരുതരമാകുന്നത്, ഇത് എപ്പോഴൊക്കെയാണ് പെട്ടെന്ന് നമ്മളൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ ആദ്യമായി പറയാനുള്ളത്, കുട്ടികളുടെ പ്രായം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 3 മാസത്തിനൊക്കെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അല്ലെങ്കിൽ 100.4 ഡിഗ്രി ഫാരൻഹീറ്റിനൊക്കെ മുകളിൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും 3 മാസത്തിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. കാരണം പൊതുവെ ആ ഒരു സമയത്ത് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ റിസ്ക് എടുക്കാൻ പോകരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കൽ വളരെ നിർബന്ധമാണ്. 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിനൊക്കെ മുകളിൽ പനി ഉണ്ടെങ്കിൽ ഏതു പ്രായക്കാരായ കുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. ഗുരുതരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പനിയോട് കൂടെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം ഉണ്ടാകും, പനി ഉണ്ടാകും, അതിൻ്റെ കൂടെ നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. ഇത്തരം കണ്ടീഷൻസിലും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിർബന്ധമായിട്ടും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ ശക്തമായ ക്ഷീണം ഉണ്ടാവുക, നിർജ്ജലീകരണം സംഭവിക്കുക, കുട്ടി ഒരുപാട് കൂടുതൽ ഛർദ്ദിക്കുകയോ അതുപോലെ തന്നെ വയറിളകി പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നിർജ്ജലീകരണം സംഭവിക്കുകയും അല്ലെങ്കിൽ പനി കാരണം അമിതമായ ക്ഷീണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളൊരു ഉന്മേഷമില്ലാതെ കിടക്കുക, കുട്ടികൾ സാധാരണയായ കളികളിലൊക്കെ താല്പര്യമില്ലായ്മ അനുഭവപ്പെടുക, ചുണ്ടുകൾ വരണ്ടിരിക്കുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പനിയുടെ കൂടെ ദേഹത്ത് എന്തെങ്കിലും തിണർപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുവന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതും നമ്മൾ നിസ്സാരമാക്കി കളയരുത്. മെനിഞ്ചൈറ്റിസ് പോലുള്ള, ഡെങ്കിപ്പനി പോലുള്ള പനികൾക്കൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് നല്ല സ്റ്റിഫ്നെസ്, കഴുത്ത് അളക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക, ഇത്തരം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഈ ഒരു ലക്ഷണവും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പനിയോടുകൂടെ അല്ലെങ്കിൽ പനിയോടനുബന്ധിച്ച് അപസ്മാരം ഉണ്ടാവുക, ചർമ്മത്തിനൊക്കെ ഒരു നീല നിറം, ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളുടെ പനിയുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പനിക്ക് മരുന്ന് കൊടുത്ത് പക്ഷേ മരുന്നിനുമായി യാതൊരു പ്രതികരണവുമില്ല, മരുന്ന് കൊടുത്തതിന് ശേഷവും പനിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ കുറയുന്നു, വീണ്ടും അത് ശക്തമായി പനിക്കുക, ഇങ്ങനെ ഒരു മരുന്നിനോട് പ്രതികരിക്കാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് പനിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്, അത് വളരെ വലിയ ആപത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വിഷയം വീണ്ടും കാണാം. താങ്ക് യു.